തൃശൂർ വടക്കാഞ്ചേരി നഗരസഭയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത വാഹനം പുഴയിലേക്ക് മറിഞ്ഞതിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്ന് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടത്. ഇന്നലെ ഉണ്ടായ അപകടത്തിൽ നിന്ന് 2 പേർ രക്ഷപ്പെട്ടത് അത്ഭുതകരമായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അരവിന്ദാക്ഷനും ഡ്രൈവർ ബിന്ദുവുമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. വണ്ടി കടന്നോട്ടെ. വലിയൊരു അപകടമായിരുന്നു. ഭാഗ്യത്തിന് 2 പേരെയും രക്ഷിക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ 2 പേരും രക്ഷപ്പെട്ടു എന്ന് പറയാം. വാഹനം ഓടിച്ചിരുന്ന ബിന്ദു ഇപ്പോൾ MS അലിഷോയ് ഞങ്ങളുടെ പ്രതിക്കൊപ്പം ഉണ്ട് എന്നാണ് മനസ്സിലായത്. അലിഷോയ്, അവരുമായി സംസാരിക്കുമ്പോൾ ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തിൽ ഉൾപ്പെടെ കൂടുതൽ വ്യക്തത ഉണ്ടാകുന്നുണ്ടോ? തീർച്ചയായും എന്നോടൊപ്പം ബിന്ദു ചേച്ചിയുണ്ട്. വലിയൊരു അപകടം സംഭവിക്കാമായിരുന്നു, പക്ഷേ ഭാഗ്യം കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഒരു പുനർജന്മമായാണ് ബിന്ദു ചേച്ചി കണക്കാക്കുന്നത്. കാരണം മറ്റൊന്നുമില്ല, അത്യാവശ്യം ആഴം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ചേച്ചി എന്തായിരുന്നു സംഭവിച്ചത്? നമ്മള് വണ്ടികൾ എടുക്കാണ ധൈര്യത്തിലാണ് ഞാൻ തന്നെ എന്റെ ഇഷ്ടത്തിന് കയറി. അങ്ങനെ എടുത്തപ്പോ പുതിയ വണ്ടി എന്തൊക്കെയല്ലേ, പെട്ടെന്ന് നല്ല ആളുള്ള ഒരു സ്ഥലമായിരുന്നു തോന്നുന്നു അല്ലെ വണ്ടി? ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല, ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ അങ്ങനെ അറിവേട്ടനും കൂടെ ഉള്ള കാരണം ആളും ഇറങ്ങിയപ്പോ ഞാനും അങ്ങനെ രക്ഷപ്പെട്ടു വരായിരുന്നു. ആ ഒരു സംഭവം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഈ വണ്ടികളൊക്കെ മുങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഉള്ളിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് ഒരു പകച്ചു പോകുന്നൊരു നിമിഷമാവും പലപ്പോഴും. അപ്പൊ എങ്ങനെയാ ശരിക്കും ആ ഒരു സമയത്തിന്റെ കാര്യം വല്ലതും ഓർമ്മയുണ്ടോ ശരിക്കും? അറിവേട്ടൻ പേടിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ആളും അങ്ങോട്ട് ഇറങ്ങിയപ്പോ ആളില് പോയ ഗ്യാപ്പ് കൂടെ തന്നെ ഞാനും അങ്ങോട്ട് ഇറങ്ങി. ആളും നീന്തി കേറി ഒപ്പം. വണ്ടിയുടെ ഉള്ളിൽ വെള്ളം മുങ്ങിയിരുന്നു മുഴുവനായിട്ടും? വണ്ടിയുടെ ഉള്ളിൽ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അപ്പം നീന്തലും മറ്റു കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളാണോ? വെള്ളം കണ്ടപ്പോ ശരിക്കും പേടിച്ചു പോകാനുള്ള പലരും? ചെറുപ്പത്തില് നീന്തലൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ വലുതായപ്പോ പിന്നെ അതൊന്നും ഉണ്ടായിരുന്നില്ല. അതൊന്നും ഒരു ഓർമ്മയായി. പിന്നെ ദൈവാധീനം, ദൈവം രക്ഷപ്പെടുത്തി എന്ന് പറയും. എല്ലാവരും ശരിക്കും ആ കരയ്ക്ക് നിന്നവരെല്ലാം ആലമുറിട്ട് കരയായിരുന്നു, പേടിച്ചിട്ട് കരയായിരുന്നു. ആ ഒരു നിമിഷം എന്ന് പറയുന്നത് എല്ലാവരും പ്രാർത്ഥനയും മറ്റുള്ളവരുടെ പ്രാർത്ഥനയും ഒക്കെ കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയാം. എത്ര നാളായി ഹരിതകർമ്മസേനയിൽ ഇവിടെ ഉണ്ട് നഗരസഭയിൽ? 11 വർഷമായി. നമുക്ക് അത്യാവശ്യം വണ്ടികളൊക്കെ ഓടിക്കണോ, ലൈസൻസ് ഒക്കെ ഉള്ള ആൾ തന്നെയാണ്. പക്ഷെ പെട്ടെന്ന് അതല്ല, പക്ഷെ ജീവിതത്തിലേക്ക് മടങ്ങി വരാന്നുള്ളതാണല്ലോ. വണ്ടീനെ ഇതിലെന്നെ പറയുന്നുണ്ട് എല്ലാവരും, വണ്ടി പൊക്കോട്ടെ കുഴപ്പമില്ല, നിങ്ങൾ പുറത്തേക്ക് ആ ഒരു ഇത് പറയുന്നുണ്ടല്ലോ. അപ്പൊ എല്ലാവരും ആ ഒരു നിങ്ങളെ ഒന്ന് രക്ഷിക്കാൻ പ്രാർത്ഥനയും എന്റെ കൂടെ ദൈവവും ഒക്കെ ഉണ്ടായിരുന്നു. കൂടെ അരവിയേട്ടനും ഉണ്ടായിരുന്ന ആ ഒരു ധൈര്യത്തില് അങ്ങനെ പുറത്തേക്ക് ആൾക്കും എല്ലാം അറിയണ ഒരാളാണല്ലോ. അപ്പൊ ആള് ഇറങ്ങിയോട് കൂടിയിട്ട് ഞാനും ശരിക്കും ആ ഒരു ഞെട്ടൽ തന്നെയാണ് ഇപ്പോഴും തോന്നുന്നു ചേച്ചിയുടെ മുഖത്ത് ആ ഒരു പേടി കാണുന്നത്. ശരി, രാത്രിയൊന്നും ഉറക്കം വരുന്നില്ല, പെട്ടെന്നൊരു പേടി, അല്ലാണ്ട് കുഴപ്പമില്ല. എന്തായാലും എല്ലാവരും കൂടെയുണ്ട് എന്നുള്ളൊരു ധൈര്യമുണ്ട്. അതിനോടൊപ്പം തന്നെ ആ ഒരു സമയത്ത് പകച്ചു പോകാതെ തിരിച്ച് കയറി വന്നതാണ് രതീഷ്. ഈ ഒരു വലിയ അപകടം ഉണ്ടാകാവുന്ന ഒരു ഇടത്ത് നിന്ന് 2 പേർക്കും മറ്റു വലിയ അപകടങ്ങളൊന്നുമില്ല. അരവിന്ദാക്ഷൻ എന്ന് പറയുന്ന ഈ നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അദ്ദേഹവും ആണ് കൂടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിനും മറ്റു പരിക്കുകളൊന്നും തന്നെയില്ല, കൈക്ക് ചെറിയൊരു പരിക്ക് മാത്രമേ ഉള്ളൂ. രാവിലെ അദ്ദേഹം ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ വീട്ടുകാരുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ ബിന്ദു ചേച്ചിയും സംഘവും വീണ്ടും ഹരിതകർമ്മസേനയുടെ ഒരു പരിപാടികളുമൊക്കെ തന്നെയായി രാവിലെ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനും മറ്റുമായി ഇറങ്ങിയതാണ്. ഇന്നും ബിന്ദു ചേച്ചി ഇന്നും ഇപ്പോൾ നഗരസഭയുടെ വാഹനവുമായി ഇപ്പോൾ രംഗത്തുണ്ട്. ആ ഒരു ജോലിയുമായി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു, അല്ലെങ്കിൽ വലിയൊരു ഭാഗ്യം കൊണ്ടാണ് ഇതൊക്കെ തന്നെ സംഭവിച്ചത്, അല്ലെങ്കിൽ ഒരുപക്ഷെ വലിയ അപകടം ഉണ്ടായേനെ എന്നുള്ളൊരു കാര്യമാണ് ബിന്ദു ചേച്ചി പറയുന്നത്. എന്തായാലും വലിയ ആശ്വാസത്തിലാണ്, ഇപ്പോഴും ജോലി തുടരുകയാണ് ബിന്ദു ചേച്ചി. സാധാരണ നന്നായി വാഹനം ഓടിക്കുന്ന ആളാണ്, പക്ഷെ പുതിയ വാഹനമാണ്, പെട്ടെന്ന് നിയന്ത്രണം വിട്ടുപോയി എന്താണ് ആ പ്രതികരണത്തിലുള്ളത്. സംഭവിച്ചു പോയി, പക്ഷേ 2 പേരുടെ ജീവൻ നഷ്ടമായേക്കാവുന്ന തരത്തിലുള്ള വലിയൊരു അപകടത്തിലേക്ക് ഒരു പക്ഷേ അത് മാറാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ 2 പേരും രക്ഷപ്പെട്ടു, അത് വലിയ ആശ്വാസകരമാണ്. MS അലിഷോയാണ് വടക്കാഞ്ചേരിയിൽ നിന്ന് വിവരങ്ങളും പ്രതികരണങ്ങളും ഒക്കെ നൽകിയത്.